ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കമൻസിനും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിനുമുള്ള ആൻസർ കൂടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഡുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു ദിവസം നിങ്ങൾ ഫോളോ ചെയ്തിരിക്കേണ്ട, നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് രീതികളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ വേറൊന്നുമല്ല, ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഡയറ്റിനെ കുറിച്ച് ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഒരു ഡയറ്റ് പ്ലാൻ പറഞ്ഞു തരാമോ, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് കുറേ ആളുകൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെയും അല്ലെങ്കിൽ കമൻറ്റിലൂടെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യമേ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ഭക്ഷണ രീതിയോ അല്ലെങ്കിൽ വ്യായാമത്തിൻ്റെ രീതിയോ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെയും ഒരു ശാരീരിക മാനസിക പ്രകൃതം അനുസരിച്ച് തന്നെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന അതേ ഡയറ്റ് ഞാൻ വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അതേ രീതിയിൽ അത് ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം എൻ്റെ ശാരീരികാവസ്ഥയും ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റി ഇതൊക്കെ വേറെ വേറെ വളരെ വ്യത്യസ്തമാണല്ലേ. ചിലപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇൻറ്റൻസിറ്റി കൂടിയ വർക്കൗട്ട് ചെയ്യുന്ന ആളായിരിക്കാം, ചിലപ്പോൾ എനിക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടുന്ന ഒരാളായിരിക്കും. അപ്പോൾ ഒരു രണ്ട് പേര് ഒരുപോലെ ഡയറ്റും വർക്കൗട്ടും പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്താലും രണ്ട് പേർക്കും വരുന്ന റിസൾട്ട് തന്നെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഓരോരുത്തരും പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ചാർട്ട് തന്നെയാണെന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നാലും കോമൺ ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും നമ്മൾ മിക്ക വീഡിയോയിലും അല്ലെങ്കിൽ നോർമലായിട്ട് ഒരു ഡയറ്റ് പ്ലാനിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞു പോകാറുള്ളതാണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ആഡഡ് ഷുഗർ, അതേപോലെ തന്നെ അമിതമായിട്ടുള്ള കാർബ്, അതേപോലെ ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ, ജങ്ക് ഫുഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ നോർമലി നമ്മൾ എല്ലാവരും ഒഴിവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് അവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങളൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാവുന്ന സമയത്ത് നിങ്ങളുടെ ഭക്ഷണം ഒരു 2-3 തവണയായിട്ട് നിങ്ങളത് സോർട്ട് ചെയ്യണം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, അതേപോലെ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഒരു ഫുഡ്, വൈകുന്നേരം കഴിക്കുന്ന ഒരു ഫുഡ്, ഈ 3 ഫുഡുകൾ നമ്മളൊരു മെയിൻ മീലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് ഏത് രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും, അതൊരു വലിയ കാര്യമാണ് അല്ലേ. നമ്മൾ രാവിലെ കഴിക്കുന്ന ഫുഡ്, അതേപോലെ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡ്, വൈകുന്നേരം കഴിക്കുന്ന ഫുഡ്, മൂന്നിലും പൊതുവായിട്ട് ഒരു സ്വഭാവം വേണം. എന്തായിരിക്കും അത്? മാക്സിമം പ്രോട്ടീൻ റിച്ച് ആയിരിക്കണം, അല്ലെങ്കിൽ നല്ല ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡുകളായിരിക്കണം നമ്മൾ കഴിക്കുന്നത്. എന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് സെലക്റ്റീവ് ആയിട്ടുള്ള ഫുഡുകൾ ഇപ്പോൾ പോവേ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെനു നമ്മൾ ഫോളോ ചെയ്യുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ നോർമലി ഉള്ള ഒരു രീതികൾ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഫുഡ് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. രാവിലെ നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ മാക്സിമം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു സമയത്ത് കഴിക്കുന്ന ഫുഡിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കുറച്ച് ഫുഡുകൾ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എഗ് വൈറ്റ് ആഡ് ചെയ്യാം. പയറുവർഗ്ഗങ്ങൾ, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളാകുമ്പോൾ നമുക്ക് കുറച്ച് ആൻറ്റി ഓക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ചെറുപയറോ കാര്യങ്ങളൊക്കെ ആയിട്ട് തോരനായിട്ടൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ പ്രോട്ടീൻസായിട്ട് കുറച്ചുകൂടി കൂടുതലായിട്ട് കിട്ടും. അങ്ങനെ ഓരോ രീതിയിൽ എന്നും എല്ലാ ദിവസവും ഒരേ പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് ഇതേപോലെയുള്ള പയറുകൾ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് വീറ്റ് ബ്രെഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എഗ് വൈറ്റ്, സോയ, പനീർ, ചിക്കൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഫുഡ് അതിൽ ആഡ് ചെയ്യുക. ഒരുപാട് ക്വാണ്ടിറ്റി വേണ്ട, നമുക്ക് ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഒരു ക്വാളിറ്റി ഉള്ള ഫുഡിലേക്ക് നമുക്ക് വരാം. കുറച്ച് ഫുഡ് കഴിച്ചാൽ മതി. പിന്നെ നമ്മൾ അതേപോലെ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡ്, ചോറിന് നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. നമുക്ക് കാർബും നമുക്ക് വേണം. ചോറാണോ അല്ലെങ്കിൽ ചപ്പാത്തിയാണോ നിങ്ങളുടെ ഇഷ്ടം, അത് ഉച്ചയ്ക്ക് വളരെ കുറച്ചെടുത്ത് കഴിക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് കറികൾ കൂടുതലെടുത്ത് കഴിക്കാമെന്നല്ലേ. അപ്പോൾ ഈ കറികൾ എന്ന് പറയുമ്പോൾ ഇതേപോലെ നമുക്കിപ്പോൾ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ അനുസരിച്ച് ചിക്കൻ ആണെങ്കിൽ നമുക്ക് ചിക്കൻ കറി ഉപയോഗിക്കാം. കറി ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് മസാല അടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരുപാട് സവോള പോലുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള കറികൾ ഒഴിവാക്കിയിട്ട് പകരം കുറച്ചുകൂടി ഒരു അധികം മസാലയൊന്നും ഇല്ലാത്ത രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് വേണ്ടി മാത്രമായിട്ട് നമുക്കിങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. അതേപോലെ പയർ കൊണ്ടുള്ള തോരൻ, തേങ്ങ അധികം ഉപയോഗിക്കാത്ത, പ്രത്യേകിച്ച് നമ്മൾ തേങ്ങ വറുത്തരച്ച കറികളൊക്കെ ഇല്ല, തേങ്ങാപ്പാലൊക്കെ ഒഴിവാക്കിയിട്ടുള്ള കറികൾ, അങ്ങനെയുള്ള കറികളൊക്കെ മാക്സിമം ഒഴിവാക്കുക. അപ്പോൾ അതാകുമ്പോൾ നമ്മുടെ കലോറിയിലൊരു മാറ്റം വരും. നമ്മുടെ കലോറി കൺസപ്ഷൻ മൊത്തമായിട്ടൊരു മാറ്റം വരും. ഹൈ കലോറി ആയിരിക്കും. അതിന് പകരം അതൊഴിവാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൂട്ടുക. അതേപോലെ നമ്മുടെ ഇലക്കറികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ലഞ്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. വൈകുന്നേരത്തെ ഫുഡിലേക്ക് നമ്മൾ വരുന്ന സമയത്ത്, ഡിന്നർ കഴിക്കുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ഉറങ്ങുന്നതിന് ഒരു 2-3 മണിക്കൂർ മുമ്പൊക്കെ ഫുഡ് പ്ലാൻ ചെയ്യുക. കൂടുതൽ 90% ആളുകളും രാത്രിയിലുള്ള ഫുഡിനാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുക. പ്രത്യേകിച്ച് ഈ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ വൈകുന്നേരമായിരിക്കും നമ്മൾ പുറത്തു പോകുന്നതും അല്ലെങ്കിൽ ഒരു ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതും അല്ലെങ്കിൽ ഏറ്റവും ലേറ്റ് ആയിട്ട് കഴിക്കുന്നതൊക്കെ വൈകുന്നേരത്തെ ഫുഡായിരിക്കും. നമ്മുടെ ഭക്ഷണ രീതിയിൽ ഏറ്റവും കൂടുതൽ നമ്മളൊരു ഫാൾട്ട് വരുത്തുന്ന ഒരു രീതി കൂടിയാണത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഡൈജഷൻ, നമ്മുടെ ലിവറിൻ്റെ ഫംഗ്ഷൻ, ഇങ്ങനെ ടോട്ടൽ ബോഡി ഓർഗൻസിനൊക്കെ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ് ഭാവിയിൽ. അപ്പോൾ ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാതിരിക്കാനും മതി. കാരണം നമ്മൾ ഭക്ഷണം ഒരുപാട് ലേറ്റായിട്ട് കഴിക്കുന്നു, ലേറ്റായിട്ട് ഉറങ്ങുന്നു, അല്ലെങ്കിൽ കഴിച്ചപാട് കിടന്നുറങ്ങുന്നു. ഇതൊന്നും നമുക്ക് നല്ലൊരു ഉറക്കത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകില്ല. ഇനിയിപ്പോൾ ഉറങ്ങിയാൽ തന്നെയും രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം ഭയങ്കര ഹാങ് ഓവർ ആയിരിക്കും നമുക്കെന്ന് പറയുമ്പോൾ.
അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം കഴിക്കുന്ന ഫുഡ് മാക്സിമം നേരത്തെ ആക്കുക. ഒരു 7 മണി അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നേരത്തെ ഒരു കഴിക്കുമെന്ന ടൈം എപ്പോഴാണോ ആ ടൈമിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഒരു 2-3 മണിക്കൂറിന് ശേഷമായിരിക്കണം നമ്മൾ ഉറങ്ങുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് കോമൺ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാലറി ഡെഫിസിറ്റ് ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഒരു മെയിൻ്റെനൻസ് കാലറി ഉണ്ടാവും. അത് ഓരോ ആളുകളുടെയും ഹൈറ്റും വെയിറ്റും ഒക്കെ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്നുമില്ല, നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കലോറി കാൽക്കുലേറ്ററൊക്കെ എടുത്തിട്ട് ഒന്ന് തപ്പി നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ BMI അതേപോലെ നിങ്ങളുടെ മെയിൻ്റെനൻസ് കാലറി എത്രയാണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുള്ളിലുള്ള ഒരു ഫുഡ് കഴിച്ച് ശീലിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാലറി ഡെഫിസിറ്റ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാലൊഴിച്ച ഒരു ചായ കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ദോശയും ഒരു ചായയും അല്ലെങ്കിൽ തേങ്ങാ ചട്നിയും ദോശയൊക്കെ കഴിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ കലോറി വാല്യൂ മാറും. അതായത് ജസ്റ്റ് മധുരമിട്ടൊരു പാൽ കാപ്പി നമ്മൾ കുടിച്ചാൽ തന്നെ ഒരു 100 കലോറി ചുരുങ്ങിയത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ചെറിയ മിസ്റ്റേക്സ് വരുത്തുമ്പോൾ തന്നെ അതിൽ ആ ഒരു കലോറി കൺസപ്ഷൻ മൊത്തമായിട്ട് നമുക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിക്കുന്ന ഫുഡുകൾ നല്ല സോർട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള രീതി ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ എടുക്കുന്ന ഫുഡുകൾ എന്ന് പറയുമ്പോൾ ഒരു ക്വാളിറ്റി ഫുഡുകളായിരിക്കണം. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം കഴിച്ചുകൊണ്ട് ഈ ഫാറ്റ് ലോസ് എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ സൈഡ് എഫക്ട്സ് വരാൻ ചാൻസും കൂടുതലാണ്. സ്കിൻ പ്രോബ്ലംസ് വരാം, ഹെയർ ലോസ് വരാം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അലർജിക്കായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഫാക്റ്റ് കൂടുതലുള്ള ഫുഡുകൾ തിരഞ്ഞെടുത്ത് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ. പിന്നെ നിർബന്ധമായിട്ടും നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ തടി കുറയ്ക്കാനാണെങ്കിലും അല്ലെങ്കിൽ നോർമലി ഒരു മനുഷ്യന് ഹെൽത്തി ആയിട്ട് ഇരിക്കാനാണെങ്കിൽ പോലും നമുക്കൊരു ആക്ടിവിറ്റി വേണം, വർക്കൗട്ട് സെഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് ഏതെങ്കിലും ഒരു രീതിയിലുള്ള വർക്കൗട്ട് ഡെയിലി നമ്മൾ കൊടുക്കുക. ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ സിറ്റുവേഷൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഫുഡിന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ക്വാളിറ്റി ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാനും സാധിക്കും. ഇങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ ഫാറ്റ് ലോസ് എന്ന് പറയുന്നത് അത്ര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കാതെ അത് ഫോളോ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ വരുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഷോർട്ട് കട്ട്സ് കുറേ ഉപയോഗിക്കും, അനാവശ്യമായ പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് നമ്മൾ തടി കുറയ്ക്കാൻ വേണ്ടി അങ്ങനെ നോക്കും, അതല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ഫോളോ ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാവിലെ വെറും വയറ്റിൽ എഴുന്നേറ്റ് നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് ചൂടുവെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറ് കുറയുമെന്ന് പറയുന്നതൊക്കെ പോലെ അങ്ങനെ കുറേ തെറ്റായിട്ടുള്ള രീതികളുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ രീതികളൊക്കെ ഫോളോ ചെയ്യാതെ കറക്റ്റായിട്ടുള്ളൊരു രീതി ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഡെയിലി നിങ്ങൾ ഒരു യോഗയൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് നിങ്ങളൊരു നിശ്ചിത കലോറി ഫോളോ ചെയ്യുക. അതായത് ഒരുവിധം പറ്റാത്ത ഫുഡുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു നോർമൽ ഭക്ഷണ രീതി ഫോളോ ചെയ്ത് പോകുന്നു, നല്ലൊരു ആക്ടിവിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അപ്പോഴും നിങ്ങൾക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങളുടെ ഒരു ഭക്ഷണ രീതിയെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറയുമ്പോൾ. ഒരു 3 ടൈമത്തെ മെയിൻ ഫുഡ് എടുക്കുക, അതിൻ്റെ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യുക, അതിൽ ആഡ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴിക്കാറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകാറുള്ളതെന്ന് പറഞ്ഞാലും ചില ആൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല. കാരണം അപ്പോഴും നമ്മൾ ചെയ്യുന്ന ഫാൾട്ടിലൂടെ തന്നെയാണ് ഫാറ്റ് ലോസ് വരാത്തത്. പിന്നെ ഒരു ഫാറ്റ് ലോസിൻ്റെ ഒരു മെയിൻ ഘടകം നമ്മുടെ വെയിറ്റ് കുറയുക എന്നുള്ളത് മാത്രമല്ല, ആളുകളുടെ ബോൺ വെയിറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഓരോ ആളുകളിലും റിസൾട്ട് വരുന്ന പല രീതിയിലായിരിക്കും. ചില ആളുകൾക്ക് വെയിറ്റിൽ പെട്ടെന്ന് മാറ്റം ഉണ്ടാവും, ചില ആളുകൾക്ക് അവരുടെ സൈസിലാണ് മാറ്റം വരിക. ആ ഒരു ഫാറ്റ് പെർസെൻറ്റേജ് കുറയുമ്പോൾ സൈസിലൊക്കെയാണ് മാറ്റം വരിക. അപ്പോൾ അങ്ങനെ ചിന്തിക്കണം. എൻ്റെ വെയിറ്റ് കുറയുന്നില്ല എന്ന് വെച്ച് അതിന് റിസൾട്ട് ഇല്ല എന്നുള്ള അർത്ഥമില്ല. നമ്മളുടെ സൈസിൽ നല്ല മാറ്റം വരുന്നുണ്ടാവും, നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോഴൊക്കെ നമുക്കത് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫുഡിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ നല്ല രീതിയിൽ വർക്കൗട്ട് മാത്രം ഫോളോ ചെയ്താലും ഫുഡ് ശ്രദ്ധിക്കാതിരുന്നിട്ട് അവിടെ കാര്യവുമില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഭക്ഷണ രീതിയാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഒരു 2 ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു 1 അവറോ അല്ലെങ്കിൽ സമയം പോലെ വർക്കൗട്ട് ചെയ്യുക. സമയമില്ല എന്നൊരു ഫാക്റ്റ് ഇവിടെ വരുന്നില്ല. ഒന്നുകിൽ സമയമില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ടൈം മാനേജ്മെൻറ്റ് അറിയില്ല എന്നുള്ള അതിൻ്റെ അർത്ഥം. കാരണം കുറച്ചൊരു ഹാഫ് അവറെങ്കിൽ നേരത്തെ എഴുന്നേറ്റാൽ നമുക്ക് അത്രയും സമയമെങ്കിലും ഒരു വർക്കൗട്ടിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇതിനു വേണ്ടി ചെറിയ രീതിയിലുള്ളൊരു ത്യാഗം നമ്മൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. എല്ലാവരോടും നമുക്ക് ഡയറ്റ് പ്ലാൻ പറഞ്ഞു തരാമോ അല്ലെങ്കിൽ ഷോർട്ട് കട്ട് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ച് നടക്കേണ്ട കാര്യം നമുക്ക് വരില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം വീണ്ടും കാണാം.